വളകൊമ്പൻ. ഒരിക്കൽ കുറുക്കൻ മാളത്തിനു പുറത്ത് ഭാര്യയും മക്കളുമൊത്ത് വെയിൽ കൊണ്ട് കിടക്കുകയായിരുന്നു. എന്തോ ശബ്ദം കേട്ട് തല പൊക്കി നോക്കി. ഒരു കടുവ മുന്നിൽ നിൽക്കുന്നു. കുഞ്ഞുങ്ങളുമായി പെൺകുറുക്കൻ പെട്ടെന്ന് മാളത്തിനകത്ത് കയറി. കടുവ കുറുക്കൻ്റെ കാലിൽ പിടികൂടി. എന്താ ചെയ്യുക? കുറുക്കൻ പറഞ്ഞു. കടുവച്ചേട്ടാ, എന്നെ തിന്നാനാണോ? എനിക്ക് സമ്മതമാണ്. പക്ഷേ ഒരു കാര്യം, എൻ്റെ ദേഹമാസകലം വിഷമാണ്, കൊടും വിഷം. ഇന്നലെ ഒരു വലിയ മൂർഖൻ എന്നെ കടിച്ചു. വെളിയിൽ കിടന്ന് ചാകാമെന്ന് കരുതി കിടക്കുമ്പോഴാണ് ചേട്ടൻ വന്നത്. ചേട്ടൻ ചാകുന്നതോർക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കുന്നില്ല. നീ ശരിയാണോ പറയുന്നത്? എവിടെയാണ് നിന്നെ കടിച്ചത്? കടുവ ചോദിച്ചു. ചേട്ടൻ കാലിൽ നിന്നൊന്ന് വിട്, കാണിച്ചു തരാം. കടുവ കാലിൽ നിന്ന് വിട്ടു. കുറുക്കൻ കാല് നീട്ടി കടുവ കടിച്ച സ്ഥാനത്തുണ്ടായ മുറിവ് കാണിച്ചു കൊടുത്തു. കടുവ പുറകോട്ടു മാറി. കുറുക്കൻ പറഞ്ഞു, ചേട്ടൻ എൻ്റെ കാലിൽ പിടിച്ചത് നന്നായി. തലയ്ക്ക് പിടിച്ചിരുന്നെങ്കിൽ വിവരം പറയാൻ സാധിക്കുമായിരുന്നില്ലല്ലോ. ചേട്ടനും ചാകും, ഞാനും ചാകും. ചേട്ടൻ എന്തായാലും ഭാഗ്യമുള്ളവനാ. കുറുക്കൻ സന്തോഷം പ്രകടിപ്പിച്ചു. കുറുക്കൻ്റെ ഭാവവും പറച്ചിലും കേട്ടാണെന്ന് കടുവ കരുതി. എങ്കിലും പെൺകുറുക്കനും കുട്ടികളും മാളത്തിലുള്ളത് മറന്നില്ല. തടിച്ച പെൺകുറുക്കനെ തിന്നാനുള്ള കൊതി മറച്ചു വെച്ചുകൊണ്ട് കടുവ ചോദിച്ചു, നിന്റെ ഭാര്യ എന്താകത്ത് കയറിയത്? വിളിക്കൂ, ഞാനൊരു മരുന്ന് പറഞ്ഞു തരാം. അവൾ അത് പോയി കൊണ്ടുവരട്ടെ. അതകത്ത് ചെന്നാൽ വിഷം തനിയെ പുറത്തു വരും. കുറുക്കന് സംഗതി മനസ്സിലായി. അവൻ ചിന്തിച്ചു പറഞ്ഞു, അയ്യോ ചേട്ടാ, അവൾ മാളത്തിൻ്റെ മറ്റേ വാതിലിൽ കൂടി ഓടിപ്പോയി കാണും. ചേട്ടനെ കണ്ട് പേടിച്ചിട്ട്. ചേട്ടൻ പതുക്കെ അപ്പുറത്ത് പോയി നോക്കിക്കേ, അവിടെ എങ്ങും മാറി നിൽക്കുന്നുണ്ടാവും. ശരി. കടുവ ശരി. കടുവ വേരുകൾ ചുറ്റിപ്പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ആലിൻ്റെ മറുവശത്തേക്ക് പോയി. ആ തക്കത്തിന് കുറുക്കൻ മാളത്തിനകത്ത് കയറി വാതിലടച്ചു. കടുവ അവിടെയെല്ലാം നോക്കി നടന്ന് ഒടുവിൽ കുറുക്കൻ്റെ അടുത്തേക്ക് വന്നു. കുറുക്കനെയും കണ്ടില്ല. മാളത്തിനടുത്ത് ചെന്ന് വിളിച്ചു. ഒരു ശബ്ദവും കേൾക്കാനില്ല. കുറേ നേരം കാത്തിരുന്ന് ഉരൾച്ചയോടുകൂടി അവിടെ നിന്ന് കടന്നുപോയി. കുറുക്കൻ പതുക്കെ വാതിൽ തുറന്നു നോക്കി. കടുവ പോയിരിക്കും. എങ്കിലും കരുതലോടുകൂടി ചുറ്റുപാടും വീണ്ടും വീണ്ടും കണ്ണോടിച്ചു. ഇല്ല, അവൻ പോയി. ഇനിയും സൂക്ഷിച്ചില്ലെങ്കിൽ അപകടം നിശ്ചയമാണ്. ദുഷ്ടനായ കടുവ മാളം കണ്ടുപിടിച്ചു കഴിഞ്ഞു. അവൻ ഇനി ഏത് സമയത്തും വരും, എന്തും ചെയ്യും. കുറുക്കൻ ദുഃഖത്തോടെ പറഞ്ഞു. അത് കേട്ട് പെൺകുറുക്കൻ പറഞ്ഞു, വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. ആ വളകൊമ്പനെ ചെന്ന് കാണണം. ആ ചേട്ടന് അന്നൊരു തവണ കാലിലെ മുള്ളു ഊരിക്കൊടുത്തതിൻ്റെ നന്ദി കാണാതിരിക്കില്ല. അത് ശരിയാ. കുറുക്കൻ ഉടൻ തന്നെ വളക്കൊമ്പനെ അന്വേഷിച്ച് നടന്നു. ഒരു മരത്തണലിൽ ഒടിച്ചിട്ട മരച്ചില്ലകളും തിന്ന് ചെവിയാട്ടി രസിച്ചു നിൽക്കുന്ന അവൻ്റെ മുന്നിൽ ചെന്ന് വിവരമെല്ലാം സങ്കടത്തോടു കൂടി പറഞ്ഞു. അതെല്ലാം ശ്രദ്ധിച്ചു കേട്ടതിന് ശേഷം ആന പറഞ്ഞു, ചെങ്ങാതി, നീ ധൈര്യമായി പോയിക്കോ. നാളെ ഞാനങ്ങ് വരാം. നമുക്കെന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. പിറ്റേ ദിവസം കടുവ ശബ്ദമുണ്ടാക്കാതെ കുറുക്കൻ്റെ മാളത്തിന് സമീപം എത്തി. വാതിലിൽ 2-3 തവണ പതുക്കെ മുട്ടി. അകത്ത് നിന്ന് ഒരു ശബ്ദവുമില്ല. കടുവ വിളിച്ചു പറഞ്ഞു, ഏയ് കുറുക്കച്ചി, നിന്റെ കുറുക്കൻ ചത്തുപോയോ? നീ സങ്കടപ്പെട്ടിരിക്കുകയാണോ? കഷ്ടമായി പോയി. പോയത് പോയി. ഇനിയും പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്നിട്ട് ഫലമെന്താ? നീ വാതിലൊന്ന് തുറക്ക്. ഞാൻ നിനക്ക് കുറച്ച് മാനിറച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. ഇറങ്ങി വാ. നിന്റെ കുഞ്ഞുങ്ങൾക്കും കൊടുക്ക്. എന്നിട്ടും ഒരനക്കവുമില്ല. കടുവ അവിടെ കിടന്നു. അടുത്ത കുറ്റിക്കാട്ടിൽ ഇതെല്ലാം ശ്രദ്ധിച്ച് കുറുക്കൻ നിൽക്കുന്നുണ്ടായിരുന്നു. വളകൊമ്പനാണ് നേരത്തെ തന്നെ വന്ന് തയ്യാറായി കാത്തു നിൽക്കുന്നുണ്ട്. കുറുക്കൻ ആനയെ വിളിച്ച് ആറ്റിൻ്റെ കരയ്ക്ക് ഒരു മരത്തിന് മറവിൽ നിർത്തി എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു കൊടുത്തു. ആ ഭാഗത്ത് ആറ്റിൽ നല്ല ആഴമുണ്ട്. കുറുക്കൻ മരത്തിനു പിന്നിൽ നിന്ന് ഒന്ന് കൂവി. കടുവ പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് ഓടിച്ചെന്നു. അവിടെ ഒരു ജന്തുവിനെയും കണ്ടില്ല. കുറുക്കൻ ഒളിച്ചു നിന്നു.
ഒഴുക്കിൻ്റെ ശബ്ദം ശ്രദ്ധിച്ച് കടുവ പതുക്കെ ആറ്റിൻ്റെ കരയിൽ ചെന്ന് വെള്ളത്തിലേക്ക് നോക്കി. ആ തക്കത്തിന് വളകൊമ്പൻ പുറകിൽ നിന്ന് ചെന്ന് ഒരു തട്ടു കൊടുത്തു. കടുവ തെറിച്ച് കയത്തിൽ വീണു. ഓർക്കാപ്പുറത്തിൽ കിട്ടിയ അടിയായതുകൊണ്ട് വെപ്രാളത്തിൽ വെള്ളത്തിൽ താന്നുപോയി. കുറുക്കനും വളരെ സന്തോഷമായി. ആനയ്ക്ക് 1000 നമസ്കാരം കൊടുത്തു. അതിനുശേഷം കുറുക്കനും കുടുംബവും വളകൊമ്പൻ്റെ ചുറ്റും തുള്ളിച്ചാടിക്കളിച്ചു. ചേട്ടാ, ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. യാത്ര പറഞ്ഞപ്പോൾ കുറുക്കൻ ആനയോട് ആവർത്തിച്ചു പറഞ്ഞു,